നിങ്ങളൊരു പുതിയ വീട് വെച്ച് താമസിക്കുമ്പോഴോ ഒരു പുതിയ ഫ്ലാറ്റ് എടുക്കുമ്പോഴോ ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടത്തിലേക്ക് മാറുമ്പോഴോ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ഉറപ്പായിട്ടും സൗത്ത് വെസ്റ്റിൽ ഒരു പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ വീട് എടുക്കുക. ജാതകത്തിലെ പ്രശ്നങ്ങൾ അവരെ വിടാതെ പിന്തുടരും. നമ്മൾ എപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ വാസ്തു കറക്റ്റ് ചെയ്യുന്നു ആ നിമിഷം മുതൽ നമുക്ക് ജാതകത്തെ മറികടക്കാനായിട്ട് സാധിക്കുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അതായത് ഈ വീടിന്റെ കന്നിമൂല എന്ന് പറയുന്ന 45 ഡിഗ്രി ഇത്രയും ഉണ്ട്. ഇതിനകത്ത് എവിടെ വന്നാലും കന്നിമൂലയാണ്. അപ്പൊ ഇതിനകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും അത് നിങ്ങളെ ബാധിക്കും. ആദ്യം സാമ്പത്തിക അഭിവൃദ്ധിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന, അത് നിങ്ങളുടെ ഷോപ്പിലായാലും ബിസിനസ് സ്ഥാപനത്തിലായാലും വീട്ടിലായാലും ഉപയോഗിക്കാവുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് 3 ലെഗ്ഡ് ഫ്രോഗ്, മുക്കാലി തവള, 3 കാലുകളുള്ള ഒരു തവള ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴേ, ഇപ്പം ഒരു കൺസൾട്ടിങ്ങിന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഒരു വീട്ടിൽ പോയി. അവിടെ കൺസൾട്ടിങ്ങിന് പോയപ്പോൾ ആ വീടിൻ്റെ കന്നിമൂല ഭാഗം മിസ്സിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം പുറത്ത് കേരളത്തിന് വെളിയിൽ ഒരു സ്ഥലത്ത് നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ചെയ്തിട്ട് നല്ലൊരു ലയബിലിറ്റി ഇദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ബിസിനസ്സൊക്കെ അമ്പയെ പരാജയപ്പെട്ടു. അങ്ങനെ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്നെ വിളിച്ച് വീട് കാണിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു മിസ്സിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇത് സൗത്ത് വെസ്റ്റ് ഭാഗത്തിനാണ് ഒരു മിസ്സിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഇതുകൊണ്ട് നമുക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കമ്പനി പുറത്താണ്, അവിടെ എന്നെ കൊണ്ടുപോയി. ആ കമ്പനിയുടെ സൗത്ത് വെസ്റ്റ് ഇല്ല. ഇദ്ദേഹം അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു, ആ ഫ്ലാറ്റിന് സൗത്ത് വെസ്റ്റ് ഇല്ല. ഇദ്ദേഹം അവിടെ ഒരു നിലവിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്നു, അതിനും സൗത്ത് വെസ്റ്റ് ഇല്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജാതകത്തിൽ നമുക്കുണ്ടാകാവുന്ന ദോഷങ്ങളെ നമ്മളെ വിടാതെ പിന്തുടരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ സൗത്ത് വെസ്റ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എവിടെ ചെന്ന് എന്തിൽ തൊട്ടാലും സൗത്ത് വെസ്റ്റ് ഇവർ അറിഞ്ഞോ അറിയാതെയോ പ്രശ്നമുള്ള വീടുകളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സാർ സൗത്ത് വെസ്റ്റ് പ്രശ്നമാണ്, സൗത്ത് വെസ്റ്റിൽ നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഇന്ന കണക്കൊരു മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ടോയ്ലറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ താമസിച്ച വീട്ടിൽ ഇത് കണക്ക് തന്നെയായിരുന്നു സാറേ, അവിടെയും പൈസ നിൽക്കുന്നില്ലായിരുന്നു. അവിടെയും സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഉറപ്പായിട്ടും ഇവർക്ക് ടോയ്ലറ്റോ അവിടെ ഒരു മിസ്സിങ്ങോ അവിടെയും ഉണ്ടായിരിക്കും. അപ്പോൾ സൗത്ത് വെസ്റ്റിൽ വരുന്ന പ്രശ്നം സാരമായ രീതിയിൽ ഇവരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരത്തിൽ പ്രശ്നമുള്ളവർ ഉറപ്പായിട്ടും നിങ്ങളൊരു പുതിയ വീട് വെച്ച് താമസിക്കുമ്പോഴോ ഒരു പുതിയ ഫ്ലാറ്റ് എടുക്കുമ്പോഴോ ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടത്തിലേക്ക് മാറുമ്പോഴോ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ഉറപ്പായിട്ടും സൗത്ത് വെസ്റ്റിൽ ഒരു പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ വീട് എടുക്കുക. സൗത്ത് വെസ്റ്റിൽ നിങ്ങൾ ഒരു പ്രശ്നമില്ലാത്ത ഒരു വീട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അന്ന് മുതൽ മാറ്റമുണ്ടാവും, നേട്ടമുണ്ടാവും. അപ്പോൾ സൗത്ത് വെസ്റ്റ്, അപ്പോൾ നമ്മുടെ ചിലർക്ക് ജാതകത്തിലെ പ്രശ്നങ്ങൾ അവരെ വിടാതെ പിന്തുടരും. നമ്മൾ എപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ വാസ്തു കറക്റ്റ് ചെയ്യുന്നു ആ നിമിഷം മുതൽ നമുക്ക് ജാതകത്തെ മറികടക്കാനായിട്ട് സാധിക്കുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ അത് വളരെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു ജസ്റ്റ് സൗത്ത് വെസ്റ്റിന്റെ ഭാഗത്ത് 1-2 മിസ്റ്റേക്കുകളെയും പറയാം. അത് പലരും ഇതൊരു ശ്രദ്ധിക്കുന്നില്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ സൗത്തും വെസ്റ്റും കൂടെ കൂടിച്ചേർന്നല്ലേ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന. ഇത് സൗത്ത് ഈസ്റ്റ്, ഇതാണ് കന്നിമൂല. ഇത് വന്നിട്ടോ ഈശാന കോണ്, ഇത് വന്നിട്ട് വായു കോണ്. അപ്പോൾ ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് കരുതുക. ഈ ബെഡ്റൂമിന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ വാടകയ്ക്ക് എടുക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പ്ലാൻ വരച്ച് വീട് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂട്യൂബൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കോമൺ ഐഡിയ ഉണ്ട്, കന്നിമൂലയിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ കന്നിമൂലയിൽ എവിടെയാണ് കന്നിമൂല എന്ന് പറയുന്നത്? ഈ ഒരു ഭാഗമാണ് നിങ്ങളുടെ കന്നിമൂലയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ഭാഗം കൊണ്ട് കന്നിമൂല തീരൂല. ഞാനിത് ഒരു 100 പ്രോഗ്രാമെങ്കിലും ഒരു പക്ഷേ ഈ കന്നിമൂലയെ പറ്റി, 100 അല്ല, ഒരു എത്ര പ്രോഗ്രാം ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും പലരും ഈ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. വീടിനെ കറക്റ്റ് 9 തിരിക്കും. വീടിനെ കറക്റ്റ് 9 തിരിക്കും. മെത്തേഡല്ല, വേറൊരു മെത്തേഡിലാണ് തിരിക്കുന്നത്. ഇങ്ങനെ 9 തിരിച്ചപ്പോൾ ഇതിൻ്റെ
45 ഡിഗ്രി. അപ്പൊ ഇതിന്റെ കന്നിമൂല എന്ന് പറയുന്നത് എത്രയുണ്ട്? ഇത്രയുണ്ട് ഇതിന്റെ കന്നിമൂല. ഇത്രയും ഭാഗം ഇതിന്റെ കന്നിമൂലയാണ് അല്ലേ? അല്ല, ഇതാണ് കന്നിമൂല എന്നെങ്കിൽ ഈ ഞാൻ ചോദിക്കുന്ന ഈ ഭാഗം എവിടെയാണ്? നിങ്ങൾ പറയുന്നു ഇതാണ് കന്നിമൂല. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഇത് തന്നെയാണ് കന്നിമൂല. ഞാനും പറയുന്നത് ഇത് തന്നെയാണ് കന്നിമൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഭാഗം എവിടെയാണ്? ആ ദിക്കിന് വേറൊരു പേര് കാണുമല്ലേ, അതും കന്നിമൂലയാണ്. അതായത് ഈ വീടിന്റെ കന്നിമൂല എന്ന് പറയുന്ന 45 ഡിഗ്രി ഇത്രയും ഉണ്ട്. ഇതിനകത്ത് എവിടെ വന്നാലും കന്നിമൂലയാണ്. അപ്പൊ ഇതിനകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും അത് നിങ്ങളെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട്, മറ്റൊരു ചോദ്യമുണ്ട്, സാറേ എന്റെ കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക് ഇല്ല, ഒരല്പം മാറി അവിടെ നിന്ന് ഒരു 5 അടി മാറിയിട്ടാണ് നിൽക്കുന്നത് സാറേ, കുഴപ്പമില്ലല്ലോ? അത് ഉറപ്പായിട്ടും കുഴപ്പമുണ്ട്. ഈ തെക്ക് പടിഞ്ഞാറ് 45 ഡിഗ്രിക്കകത്ത് അത് കയറിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്നും കൂടെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ ഒരു പ്ലാൻ ഞാൻ വരച്ച് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കും എടുക്കണം. അവിടെ അത് കയറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ള ചില ഫെങ്ഷി ടൂൾസുകൾ നോക്കാം. ആദ്യം സാമ്പത്തിക അഭിവൃദ്ധിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന, അത് നിങ്ങളുടെ ഷോപ്പിലായാലും ബിസിനസ് സ്ഥാപനത്തിലായാലും വീട്ടിലായാലും ഉപയോഗിക്കാവുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് 3 ലെഗ്ഡ് ഫ്രോഗ്, മുക്കാലി തവള. 3 കാലുകളുള്ളൊരു തവള ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഇത് വീട്ടിന്റെ ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. വീടിന്റെ പുറത്തേക്കാണെങ്കിലോ സമ്പത്ത് കൊണ്ട് പുറത്തേക്ക് പോകും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇനി മറ്റൊരു ടൂള്, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഗോമതി ചക്രം. 11 ഗോമതി ചക്രം വീട്ടിൽ നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെ വളരെ നല്ലൊരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നല്ലൊരു ടൂളാണ് 11 ഗോമതി ചക്രം. 11 പറയുന്ന നമ്പർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുബേര കോയിൻസ്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കാം, നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കാം, അതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. അടുത്ത നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിനാണ്, ഗോൾഡും കോപ്പറും. ഇത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കായിട്ട് ഇൻഗോട്ട് നമ്മുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഫംഗ്ഷയിൽ ഇപ്പം ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ പണപ്പെട്ടിയിലോ നിങ്ങളുടെ വീട്ടിലോ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഇരുന്നെന്നും പറഞ്ഞ് നിങ്ങൾക്ക് പൈസ വരത്തില്ല. നിങ്ങൾ വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിക്കൂ, പക്ഷെ അതിൻ്റെ ഫലം കൂടും. നിങ്ങൾ ഇത് വെച്ച് വർക്ക് ചെയ്യുന്നതും ഇത് വീട്ടിൽ വെക്കാതെ വർക്ക് ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. ഇത് വെക്കുമ്പോൾ കൂടുതൽ അവസരങ്ങളും നേട്ടങ്ങളും കൂടുതൽ വെൽത്തും ഒക്കെ നിങ്ങളെ തേടി വരും. ഇത് ഞാനൊരാൾ കണ്ടുപിടിച്ചതെന്നല്ല, 5000-ഓളം വർഷം പഴക്കമുള്ള ചൈനീസ് വാസ്തുകലയാണ്. ഇത് ലോകമെമ്പാടും, ഇത് ചിലർ പറയും ഇത് ഇവിടെ വർക്കാവൂല, ഇത് ചൈനയുടെ സയൻസാണ്, ചൈനയിൽ മാത്രമേ വർക്കാവൂ എന്ന് പറയും. അല്ല, ലോകത്തെല്ലായിടത്തും ഇത് വർക്കാവും. ഇപ്പോൾ ഇവർ പറയുന്ന ഈ ആനുവൽ സ്റ്റാറും ഫ്ലൈങ് സ്റ്റാറും ഒക്കെ ലോകത്തെല്ലാ സ്ഥലത്തും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാനഡയിൽ നിന്ന് ഒരു ക്ലയന്റ് വിളിച്ചിട്ട് പറയുന്നത്, സാറേ എൻ്റെ വീട്ടിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിരുന്നു എൻട്രൻസ്, ഇപ്പൊ വീട്ടിൽ കലഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിരുന്നു എൻ്റെ എൻട്രൻസ്, എൻ്റെ ജോലി പോയി എന്ന് പറയുന്നു. അതൊക്കെ ഈ ആനുവൽ സ്റ്റാർ അതാത് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഫെങ്ഷുയെ പറ്റി പഠിക്കാനും അതിന്റെ പ്രശ്നങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.